Welcome to part 2 of Plants vs Brain Rots of the most consistent Roblox YouTuber ever. എഡിറ്റിംഗ് ആപ്പിലുള്ള ഓൾമോസ്റ്റ് എല്ലാ എഫക്റ്റും ഞാൻ വാരിക്കോരി ഇട്ടിട്ടുണ്ട്. ബട്ട് അതല്ല നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് അപ്ഗ്രേഡ് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട്. ഇപ്പോൾ ഈ തുടക്കം കാണുന്ന പോലെ ആയിരിക്കത്തില്ല ലാസ്റ്റ് നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ ഉള്ള നമ്മുടെ ഫാം ഇരിക്കുന്നത്. ഇറ്റ് വിൽ ബി സോ ഗുഡ്. തൽക്കാലം ഞാൻ നമ്മുടെ ഫാമിലുള്ള അപ്ഗ്രേഡുകൾ പറഞ്ഞുതരാം. മിസ്റ്റർ ക്യാരറ്റ്, എനിക്കൊരു മിസ്റ്റർ ക്യാരറ്റിനെ കിട്ടി, വിച്ച് ഹാസ് ഇലക്ട്രിഫൈഡ് മ്യൂട്ടേഷൻ. എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ സ്റ്റോമി ഇവൻറ്റിൽ ഞാൻ ക്യാരറ്റ് നട്ടു, അത് വളർന്നു വന്നപ്പോൾ എനിക്ക് ഒരു മ്യൂട്ടേഷൻ കിട്ടി. ഐ വാസ് സോ ലക്കി. ഈ ഒരു ക്യാരറ്റിന് ഒരുപാട് പേര് വന്ന് ഒരുപാട് ട്രേഡ് ഓഫറുകൾ ചോദിച്ചു, പക്ഷേ ഞാൻ കൊടുത്തില്ല. ട്രേഡ് ഓഫർ ചോദിച്ചാൽ കാരണം അത് നല്ലതാണെന്നല്ലേ, അപ്പോൾ ഞാൻ കൊടുത്തില്ല. ഞാൻ കുറച്ചുകൂടി ലക്കിയാണ്, കാരണം എനിക്ക് ഒരു ബ്രെയിൻ റോട്ടിനെയും കൂടി കിട്ടി. അതായത് ഒരു ഫോർബിഡൻ റേറിറ്റി ഉള്ള ഒരു ബ്രെയിൻ റോട്ടിനെയും കൂടി കിട്ടി, വിച്ച് ഈസ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ള സാധനം തന്നെയാണ്. പക്ഷേ ടിയർ 2 ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് എനിക്ക് ഒരു സെക്കൻഡിൽ 118 ഈ ഒരു ഒറ്റ സാധനം ഫ്രോസൺ മ്യൂട്ടേഷൻ ഉള്ളതാണ് കേട്ടോ. ഫ്രോസൺ മ്യൂട്ടേഷൻ എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഐസി ബ്ലിസഡ് എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് വന്നു, അതിൻ്റെ അകത്തുനിന്ന് കിട്ടിയതാണ്. ഐ വാസ് ലക്കി. ഓൾസോ എനിക്ക് ഗരമരവരവരവൻ ഇത് ഗരമരവരവരവരൻ്റെ ടയർ 3 കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത്യാവശ്യം കുറേ സാധനങ്ങൾ കിട്ടി കേട്ടോ. ഞാൻ കുറച്ച് ഓഫ് ക്യാമറ ഗ്രൈൻഡ് ചെയ്തപ്പോൾ ലുക്ക് അറ്റ് ദിസ്. 7 മില്യണിൽ നിന്ന് 1.2 മില്യൺ പെർ സെക്കൻഡിലോട്ട് നമ്മുടെ ടോട്ടൽ ഏർണിങ്സ് കൂടിയിട്ടുണ്ട്. ഓക്കെ, സോ ആ 2 ബ്രെയിൻ റോട്ട് കൊണ്ടുവന്ന മാറ്റമാണ് മെയിൻലി ഈ ടിയർ 2 ഉള്ള നമ്മുടെ അവൻ്റെ പേര് ഞാൻ വായിക്കുന്നില്ല, ആ ചങ്ങായി തന്നതാണ്. ഓക്കെ, ഓൾസോ എനിക്ക് മിസ്റ്റർ ക്യാരറ്റിൻ്റെ സീഡ് കിട്ടിയത് ഇവിടെ നിന്നാണ് കേട്ടോ. നമ്മുടെ കിങ്ലിമോൻ്റെ സീഡ് കിട്ടിയ അതേ സ്ഥലത്തു നിന്ന് തന്നെയാണ് മിസ്റ്റർ ക്യാരറ്റിൻ്റെ സീഡ് കിട്ടിയത്. ഈ ഇവൻ്റ് ആക്ച്വലി ഭയങ്കര കിടിലമാണ്. ഓരോ ദിവസവും നമുക്ക് കിടിലം സീഡാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പുറകിലൊരു അഡ്മിൻ ഇവൻറ്റ് നടക്കുമായിരുന്നു. ഞാനത് അറിഞ്ഞില്ല. ഞാൻ ഈ ഡ്രാഗനെ പിടിച്ച് ഷോ കാണിച്ചുകൊണ്ടിരുന്നു. എനിവേ ഈ ഡ്രാഗൻ 10K per second തരുന്നതാണ്. ബോസാണ്, ഡയമണ്ട് മ്യൂട്ടേഷൻ ഉള്ളതാണ്. ഓക്കെ, പക്ഷേ അഡ്മിൻ ഇവൻറ്റ് പുറകിൽ നടന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. ആൻഡ് എനിക്ക് ഈ അഡ്മിൻ ഇവൻറ്റിൽ നിന്ന് കുറച്ച് ബ്രെയിൻ റോട്ടുകളെ കിട്ടി, അത് ഞാൻ കാണിച്ചു തരാം. ലിവനെയാണ് നമുക്ക് കിട്ടിയത്. കൺസ്ട്രക്ഷൻ തറലലലല. ഇവൻ്റെ ബേസ് വാല്യൂ നിന്ന് ഓൾമോസ്റ്റ് 8x ആണ് ഈ ഒരു മ്യൂട്ടേഷൻ. ഗലാക്റ്റിക് എന്ന് പറഞ്ഞ മ്യൂട്ടേഷനാണ് നമുക്ക് ആ ഇവൻറ്റിൽ നിന്ന് കിട്ടിയത്. ആ മ്യൂട്ടേഷൻ തരുന്നത് അത് അഡ്മിൻ ഇവൻറ്റ് തന്നെയാണെന്നാണ് ഞാൻ സെർവറിലൊക്കെ നോക്കിയപ്പോൾ കണ്ടത്. പിന്നെ ഒരു സീക്രട്ടിനെയും കൂടി എനിക്ക് കിട്ടി. അതിനെ കാണുന്നില്ല, പക്ഷേ ഒരു സീക്രട്ടിനെയും കൂടി കിട്ടി ഗൈസ്. യെസ് ഗൈസ്, ഇതാണ് ആ സാധനം. ബ്ലൂബെറീനി ഒക്ടോപ്പസീനി ടിയർ 2 87K per second. ഇതും ഭയങ്കര കിടില സാധനമാണ് കേട്ടോ. ഞാൻ ഒരാളുടെ ഗാർഡൻ കാട്ടിത്തരാം. ഇത് നോക്ക്, ഇവൻ ഗെയിമിൻ്റെ ഫസ്റ്റ് അപ്ഡേറ്റ് തൊട്ട് കളിക്കുന്നതാന്ന് തോന്നുന്നു. ഇവൻ്റെ ചെടികളൊക്കെ നോക്ക്, ബ്ലോഹാസലീനോ ഇതൊക്കെ ഏതാണോ എന്തോ ടോപ്പ് സാധനങ്ങൾ. നോക്ക് എൻ്റെ അമ്മി, ഏതാ അതിന് മിസ്റ്റർ ക്യാരറ്റിൻ്റെ ഒക്കെ പൊക്കം നോക്കി. ആൻഡ് ഇവൻ്റെ കയ്യിലുള്ള എല്ലാ ബ്രെയിൻ റോട്ടും 1 മില്യൺ per second തരും. നോക്ക്, എല്ലാം 1 മില്യൺ per second. എല്ലാം ഫ്യൂസ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. പ്ലാന്റും ബ്രെയിൻ റോട്ടുമായിട്ട് ഫ്യൂസ് ചെയ്തേക്കുക, അത് മ്യൂട്ടേഷൻ വേറെ ഇട്ട് ഫ്യൂസ് ചെയ്തേക്കുക. എൻ്റെ മോനെ, അതുപോലൊക്കെ എന്നേലും നമ്മുടെ ഗാർഡൻ ആവുമായിരിക്കും അല്ലേ. ഇവിടെ ഒരു ഇവൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഫോഗി, ദർ ഇസ് തിക്ക് വിത്ത് ഫോഗ്, ചാൻസ് ഫോർ പ്ലാന്റ്സ് ടു ഗ്രോ ആസ് ഫോഗി. എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ ഫോഗിയായിട്ട് വളരാൻ ചാൻസ് ഉണ്ട്. ഞാനിവിടെ കുറച്ച് ഗ്രേപ്സ് നട്ടിട്ടുണ്ട്, അത് ചിലപ്പോൾ ഫോഗിയായിട്ട് വളരുമായിരിക്കും, അറിയത്തില്ല ഗൈസ്. അപ്പോൾ ആ വീഡിയോ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഞാൻ ഒരുപാട് നേരം ഓഫ്ലൈൻ ഗ്രൈൻഡ് ചെയ്തു. ആൻഡ് ഞാൻ നിങ്ങൾക്ക് റിസൾട്ട്സ് കാണിച്ചു തരാം. കിടിലമാണ്, കണ്ടുപോക്ക്. യെസ് ഗൈസ്, ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഫാം. നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ നല്ല കുറേ പ്ലാന്റ്സ് മേടിച്ച് വയ്ക്കുമെന്ന്. ആൻഡ് ബ്രെയിൻ റോട്ടിൻ്റെ കാര്യം നമ്മളങ്ങനെ പറഞ്ഞായിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ഫാമിൽ നമുക്ക് 1.7 മില്യനാണ് ഒരു സെക്കൻഡിൽ കിട്ടുന്നത്. ആൻഡ് പ്ലാന്റ്സിൻ്റെ കാര്യം നോക്കുക, ഷ്രൂംബിനോ, ഗോൾഡ് ഷ്രൂംബിനോ, പിന്നെ ഗോൾഡ് മിസ്റ്റർ ക്യാരറ്റ്, കിങ് ലിമോൺ, ഇത്രയും വലിയ സൈസുള്ള കിങ് ലിമോൺ, അങ്ങനെ ഒരുപാട് ചെടികൾ ഞാനങ്ങ് സെറ്റാക്കി. ഇത് സെറ്റാക്കാൻ എനിക്ക് കുറച്ച് നാളത്തെ പാടെടുത്തു. ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഓർത്തതാണ്. ഈ ഒരു ഡെയിലി റിവാർഡ് സാധനം ഇത് ഭയങ്കര കിടിലമാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഭയങ്കര കിടില സാധനമാണ്. ഇതിൽ നിന്നാണ് എനിക്ക് മോസ്റ്റ് ഓഫ് ദ സീഡ്സും കിട്ടിയത്. പിന്നെ ഈ ഒരു പാൻട്രിയും കിടിലമാണ് ഗൈസ്.
പാൻട്രിക്കകത്തുനിന്ന് എനിക്ക് 2 പോർഷൻ കിട്ടി, സൈസ് പോർഷൻ അതുപോലെ തന്നെ വിച്ച് പോർഷൻ. ഈ 2 പോർഷൻ ഉപയോഗിച്ചാണ് എനിക്ക് അത്രയും വലിയ കിങ് ലിമോണും കിട്ടിയത്. മിസ്റ്റർ ക്യാരറ്റിന് ഈ കാണുന്ന ഡ്രാഗൺ ഫ്രൂട്ടിനും മ്യൂട്ടേഷനും കിട്ടിയത്. വിച്ച് പോർഷൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ചെടി നടുന്നതിന് മുമ്പ് നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മ്യൂട്ടേഷൻ കിട്ടും. പിന്നെ സൈസ് പോർഷൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെടികളുടെ സൈസ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആവും. ഈ സൈസ് പോർഷനും ചെടി നടുന്നതിന് മുമ്പ് യൂസ് ചെയ്യണം കേട്ടോ, എന്നാലേ വർക്ക് ആവത്തുള്ളൂ. ഇത് കണ്ടോ ഗൈസ്, ഇവിടെ നമ്മുടെ അടുത്ത ഷ്രൂംബിനുണ്ട്. 2 ഷ്രൂംബിനുമാണ് നമുക്ക് കിട്ടിയത്, വിച്ച് വാസ് വെരി ഗുഡ് ഗൈസ്. ഓക്കെ, ഞാൻ എൻ്റെ ഗാർഡനിൽ നിന്ന് 1-2 ഗ്രേപ്സും ഒരു കോക്കോ ടാങ്കും എടുത്തിട്ട് നമ്മുടെ നേരത്തെ കാണിച്ച പാൻട്രി ഇവൻറ്റിൽ കൊണ്ട് കൊടുത്തു. പിന്നെ ഞാൻ അവിടെ തന്നെ വീണ്ടും ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ടൊരു ഗ്രേപ്സ് നട്ടു. അതിനെനിക്ക് ഫോഗി മ്യൂട്ടേഷൻ കിട്ടി. അവിടെ ഞാൻ കുറച്ച് ലക്കിയായി കേട്ടോ ഗൈസ്. പിന്നെ ഇവിടുന്ന് ഒരു കൊക്കോ ടാങ്കും പിന്നെ ഒരു ഗ്രേപ്സും കൂടി ഞാൻ എടുത്തുകൊണ്ട് പോയി പാൻട്രിക്ക് കൊടുത്തു. പാൻട്രി ഇവൻറ്റ് കംപ്ലീറ്റ് ആക്കുക. അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് ഇനി ഒരു സൈസ് പോർഷനും കിട്ടാനുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് കാണിച്ചേക്കുന്ന ആ ഒരു പ്ലാന്റിൻ്റെ സീഡും ബ്രെയിൻ റോട്ടും എനിക്ക് വേണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഒരു സാധനം കൂടി കാണിച്ചു തരാം. അത് എനിക്ക് ലെജൻഡറി കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒന്നൊന്നായിട്ട് കാണിച്ചു തരാം. ആദ്യത്തെ ഫ്രീസിങ് ഫീൽഡ് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോ കിട്ടിയ സാധനമാണ്. അതായത് ബ്രെയിൻ റോട്ടുകൾ 50 എണ്ണത്തെ കൊന്നു കഴിയുമ്പോഴത്തേക്കും ഫീൽഡ് ഫ്രീസ് ആവും. പിന്നെ ഈ സാധനം ഡൂം ബ്ലൂമിൻ്റെ സാധനം എന്ന് പറഞ്ഞാൽ 35% ഡാമേജ് എല്ലാ പ്ലാന്റ്സിനും ഫുൾ ടൈം പാസീവായിട്ട് കൂടി നിൽക്കും. അത് ഭയങ്കര കിടിലമാണ്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു പ്ലാന്റിനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബ്രാക്കറ്റ് 1.35 ഇൻറ്റു എന്ന് കാണിച്ചിട്ടില്ലേ, അതാണ് ആ മറ്റേ കാർഡിൻ്റെ എഫക്റ്റ്. ആൻഡ് പാൻട്രി ഇവൻറ്റ് എനിക്ക് കുറച്ചുകൂടി ഉള്ളൂ കംപ്ലീറ്റ് ചെയ്യാൻ. ഞാൻ അത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം ഗൈസ്. ഞാൻ 1-2 സൺഫ്ലവറൊക്കെ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പാൻട്രി ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. അതുമാത്രമല്ല, എനിക്ക് മറ്റേ പാൻട്രി ഇവൻറ്റിൽ നിന്ന് തന്നെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഞാൻ നടായിരുന്ന ഗ്രേപ്സ് കിട്ടി. അതെന്തായാലും നന്നായി. പിന്നെ എനിക്കിനി വേറെ മേടിച്ച് നടേണ്ട കാര്യമില്ല, സ്റ്റോക്ക് വരാൻ വേണ്ടി നോക്കിയിരിക്കേണ്ട കാര്യമില്ല. അവന്മാർ തന്നെ എനിക്ക് തിരിച്ചു തന്നു. ആൻഡ് യെസ് ഗൈസ്, നമ്മുടെ അവസാനത്തെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നു. നമ്മുടെ ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നു. ആ സാധനം കിട്ടി നമുക്ക്. റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 100 മില്യൺ മതി. എൻ്റെ കയ്യിൽ 52 ബില്യൺ ഉണ്ട്. ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇവൻറ്റ് ഇന്ന് തീരും. ആൻഡ് ഇന്ന് ഇവന്മാരുടെ ഗെയിമിൽ അഡ്മിൻ അബ്യൂസ് ഉണ്ട്. അഡ്മിൻ അബ്യൂസിൽ കിടിലൻ കുറേ ഇവൻറ്റുകൾ വരും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. അഡ്മിൻ അബ്യൂസിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യും ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അഡ്മിൻ അബ്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അഡ്മിൻ അബ്യൂസിന് പ്രിപ്പയർ ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫാം അത്യാവശ്യം ഒരു കുറച്ച് നമ്മൾ ന്യൂബിൽ നിന്ന് കുറച്ച് കര കയറിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് കിട്ടിയ ബ്രെയിൻ റോട്ട് കേട്ടോ. അതവിടെ വെച്ചേക്കാൻ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, ഇങ്ങനെ കിടക്കട്ടെ. ഇവൻ്റ് എക്സ്ക്ലൂസീവ് ഐറ്റം അല്ലേ. ആൻഡ് ഗൈസ്, ഇവിടെ വെച്ച് ഞാൻ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സീ യു ഗൈസ് ലേറ്റർ. ബൈ.